പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ഐസോമേഴ്സും ചാപ്റ്ററാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഐസോമേഴ്സിൻ്റെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ബേസിക്കലി കാണാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റീരിയോ ഐസോമേഴ്സും ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഐസോമേഴ്സം എന്താണ്? ഐസോമേഴ്സം ഐസോമേഴ്സിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ടു കോമ്പൗണ്ട്സ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല, എംപിറിക്കൽ ഫോർമുല, വേപ്പർ ഡെൻസിറ്റി, മോളിക്കുലർ വെയിറ്റ്, ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ, ഇങ്ങനത്തെ കാര്യമെല്ലാം സെയിം ആണ്. ബട്ട് ഇതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ കോമ്പൗണ്ട്സിനെ നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയും. ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ എഴുതുവാണേ. ടു കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് സെയിം? മോളിക്കുലർ വെയിറ്റ് സെയിം ആണ്, വേപ്പർ ഡെൻസിറ്റി സെയിം ആണ്. എന്താണ് വേപ്പർ ഡെൻസിറ്റി? മോളിക്കുലർ വെയിറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി എന്നാണ്. അപ്പോൾ മോളിക്കുലർ വെയിറ്റ് സെയിം ആണെങ്കിൽ ഒബ്വിയസ്ലി വേപ്പർ ഡെൻസിറ്റി സെയിം ആണല്ലോ, കാരണം 2 കോൺസ്റ്റൻ്റ് ആണ്. വേപ്പർ ഡെൻസിറ്റി സെയിം ആണ്. എംപിറിക്കൽ ഫോർമുല സെയിം ആണ്. എന്താണ് എംപിറിക്കൽ ഫോർമുല? ഇതൊക്കെ എന്തൊക്കെ സെയിം ആണ് അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എംപിറിക്കൽ ഫോർമുല എന്താണ്? എംപിറിക്കൽ ഫോർമുല സപ്പോസ് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല C4H8 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ എംപിറിക്കൽ ഫോർമുല C1H2 ആയിരിക്കും. ഈ 4ഉം 8ഉം എന്താണ് 2ൻ്റെ മൾട്ടിപ്പിൾസ് ആകുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പം അതിനെ റെഡ്യൂസ് ചെയ്ത് 1, 2 ആക്കാം. അങ്ങനെ മിനിമം എന്ത് നമ്പർ വരെ നമ്മൾ റെഡ്യൂസ് ചെയ്യാം. ആ ഒരു അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ എംപിറിക്കൽ ഫോർമുല സെയിം ആയിരിക്കും, മോളിക്കുലർ വെയിറ്റ് സെയിം ആയിരിക്കും, വേപ്പർ ഡെൻസിറ്റി സെയിം ആയിരിക്കും, മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. അതുപോലെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇതെന്തോ ഞാൻ പിന്നെ പറയാം. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എക്സാമ്പിൾ കാണുന്നുണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക്കലി ഒരു കോമ്പൗണ്ടിൽ എത്ര ഡബിൾ ബോണ്ട് ഉണ്ട് അതിനെയാണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്രയും ബേസിക്കലി ഇത്രയും കാര്യങ്ങളായിരിക്കും കോമൺ ആയിട്ട് സെയിം ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സിൽ. ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ്? സ്ട്രക്ചറാണ് ഡിഫറെൻറ്റ്. ഓക്കെ, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആകുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയും. ഓക്കെ, സപ്പോസ് എൻ്റെ സ്റ്റീരിയോ ആണ് ഡിഫറെൻറ്റ്. അതായത് സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി 2D ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബോർഡേ വരച്ച് നോക്കും അല്ലെങ്കിൽ പേപ്പറെ വരച്ച് നോക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ പറയും സ്ട്രക്ചറൽ ഐസോമേഴ്സും ആണ്. സപ്പോസ് 3 ഡൈമെൻഷനലി നമ്മൾ അതിനെ വരച്ചു, 3D ആയിട്ട് നമ്മൾ 3D സ്പേസിൽ നമ്മൾ വരയ്ക്കുമ്പോൾ രണ്ടിൻ്റെയും സ്ട്രക്ചർ ഡിഫറെൻറ്റാണ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയത്തില്ല, നമ്മൾ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്നാണ് പറയുന്നത്. സോ സ്ട്രക്ചർ അതായത് 2Dയിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്ന് പറയും. അതേസമയം 3 ഡൈമെൻഷനലായിട്ട് സ്ട്രക്ചറിന് ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയും. സോ അതാണ് രണ്ട് ടൈപ്പ് ഓഫ് ഐസോമേഴ്സ്. ഇത്രയും പ്രോപ്പർട്ടീസ് സെയിം ആണ് ഐസോമേഴ്സത്തിൽ. ബട്ട് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. രണ്ട് ഐസോമറിൻ്റെയും കെമിക്കലും ഫിസിക്കലും പ്രോപ്പർട്ടി ഡിഫറെൻ്റ് ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം എന്താണ് പറയേണ്ടത്? അതിൻ്റെ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ റിയാക്ഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആ റിയാക്ഷൻ രണ്ട് ഐസോമറും ഡിഫറെൻറ്റ് ടൈപ്പായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത് സെയിം റിയാക്ഷനിൽ. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആകാം, ബട്ട് ഇത്രയും കാര്യങ്ങൾ സെയിം ആയിരിക്കും. സോ ഇതാണ് ഐസോമേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് നോക്കാം. നമ്മൾ ഈ വീഡിയോയിൽ ബേസിക്കലി സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ് നോക്കുന്നത്. അതായത് 2 ഡൈമെൻഷനിൽ എങ്ങനെ ഐസോമേഴ്സ് ഡിഫറെൻ്റ് ആകുന്നു, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആകുന്നു എന്നാണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സം. ഇതൊക്കെയാണ് ചെയിൻ ഐസോമേഴ്സം, പൊസിഷൻ ഐസോമേഴ്സം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സം, മെറ്റാമേഴ്സം, പിന്നെ ലാസ്റ്റിൽ ടോട്ടോമേഴ്സം. ടോട്ടോമേഴ്സം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് വലിയ പോർഷൻ ആയതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഈ 4 ഐസോമേഴ്സാണ് ബേസിക്കലി നോക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റാണ് ചെയിൻ ഐസോമേഴ്സം. ചെയിൻ ഐസോമേഴ്സത്തിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ഐസോമറിൻ്റെ നമ്പർ ഓഫ് കാർബൺസും മോളിക്കുലർ ഫോർമുലയും എല്ലാം സെയിം ആയിരിക്കും. ഡിഫറൻസ് വരുന്നത് പാരൻറ്റ് ചെയിനിൽ. നമ്മളൊരു കോമ്പൗണ്ടിനെ നെയിം ചെയ്യുമ്പോൾ ഒരു പാരൻറ്റ് ചെയിൻ എടുക്കുമല്ലോ. ഏതാണ് പാരൻറ്റ് ചെയിൻ? ലോങ്ങസ്റ്റ് ചെയിൻ, അതായത് ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിനാണ് നമ്മൾ പാരൻറ്റ് ചെയിൻ എന്ന് പറയുന്നത്.
രണ്ട് ഐസോമേഴ്സത്തിൻ്റെയും നമ്പർ ഓഫ് കാർബൺസ് രണ്ടിൽ സെയിം ആണ്, ബട്ട് പേരൻറ്റ് ചെയിനിലെ നമ്പർ ഓഫ് കാർബൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഈ 3 കമ്പൗണ്ട്സ് നോക്കുക. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 3, 4, 5 5 കാർബൺ ഉണ്ട്. ഇവിടെ 4, 5 5 കാർബൺ ഉണ്ട്. ഇവിടെ 4, 3, 4, 5 5 കാർബൺ ഉണ്ട്. 3 നമ്പർ ഓഫ് കാർബൺ സെയിം ആണ്, പക്ഷെ എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? ഇതാണ് ഇവിടുത്തെ പേരൻറ്റ് ചെയിൻ. പേരൻറ്റ് ചെയിനിൽ 5 കാർബൺ ഉണ്ട്. ഇവിടുത്തെ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണ്? ഇതല്ല ഇവിടുത്തെ ലോങ്ങസ്റ്റ് ചെയിൻ. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബണേ ഉള്ളൂ. ഇവിടുത്തെ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണ്? ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ. അതിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബണേ ഉള്ളൂ. അപ്പം ടോട്ടൽ കാർബൺ എല്ലാത്തിലും സെയിം ആണെങ്കിലും പേരൻറ്റ് ചെയിനിൽ കാർബണിൻ്റെ നമ്പറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയും. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഈ കമ്പൗണ്ടും ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 4 കാർബൺ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ രണ്ടിലും ഓക്സിജനും ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും നമ്പർ സെയിം ആണ്, അതായത് മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇതിൻ്റെ ഇപ്പോൾ മോളിക്കുലർ ഫോർമുല എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? C4O1H1 ഇങ്ങനെ എഴുതാം അല്ലേ? ഇവിടെ എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതാം C4O1H1. രണ്ടിനും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? പേരൻറ്റ് ചെയിനിൽ. ഇവിടുത്തെ പേരൻറ്റ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അതെങ്ങനെ മനസ്സിലായി? ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ. അതുകൊണ്ട് അതല്ല ലോങ്ങസ്റ്റ് ചെയിൻ. ലോങ്ങസ്റ്റ് ചെയിൻ ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേ? ഇത് നമ്പർ 1 കാർബൺ, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 4 കാർബൺ ഉണ്ട്. ഇവിടുത്തെ ലോങ്ങസ്റ്റ് ചെയിൻ ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ. അത് എന്തുകൊണ്ട് നമ്മൾ ഇത് ചൂസ് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂവിൻ്റെ ഏത് ചെയിനിലാണ് കണക്റ്റഡ് അത് നോക്കണം. ഇപ്പോൾ നമുക്കിവിടെ 2 ചെയിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെയിനും എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെയിനും എടുക്കാം. ബട്ട് ഈ ചെയിനിലല്ലേ കൂടുതൽ കാർബൺ ഉള്ളത്, അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്നു. ഇവിടെ 3 കാർബൺ ഉള്ള മെയിൻ ചെയിനിൽ, ഇവിടെ മെയിൻ ചെയിനിൽ 4 കാർബൺ ഉണ്ട്. അപ്പോൾ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ബട്ട് സ്ട്രക്ചർ ഡിഫറൻസ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്? അതിൻ്റെ നമ്പർ ഓഫ് കാർബൺസ്, പേരൻറ്റ് ചെയിനിലെ നമ്പർ ഓഫ് കാർബൺസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തോ ഐസോമേഴ്സ് എന്ന് പറയുന്നു? ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നു. ഇനി ഫൈനലി 4 കമ്പൗണ്ട്സ് നോക്കിക്കേ. ഇത് ചെയിൻ ഐസോമേഴ്സും ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് ആദ്യം എണ്ണുക. ബെൻസീൻ അല്ല, ഇത് സൈക്ലോഹെക്സീൻ ആണ്. അപ്പോൾ നോക്കാം. 1, 2, 3, 4, 5, 6 കാർബൺ ഉണ്ട്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഈ എഡ്ജസും കോർണേഴ്സും എല്ലാം കാർബൺ ആണ് ആക്ച്വലി. ഇവിടെ ഇതൊരു കാർബൺ ആണ്, രണ്ടാമത്തെ കാർബൺ, 3, 4, 5, 6 കാർബൺ. ഇവിടെ 1, 2, 3, 4, 5, 6 കാർബൺ. ഇവിടെ 1, 2, 3, 4, 5, 6 കാർബൺ. ഇപ്പോൾ 4 കമ്പൗണ്ടിലും എത്ര ഉണ്ട്? 6 കാർബൺ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമ്പർ ഓഫ് കാർബൺ സെയിം ആണ്. ഇനിയും പേരൻറ്റ് ചെയിൻ നോക്കണം. ഇതിലൊറ്റ റിംഗ് ആണ്, വേറെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതിൽ 6 കാർബൺ തന്നെയാണ് പേരൻറ്റ് ചെയിനിലുള്ളത്. ഇവിടെ ഈ ഒരു കാർബൺ പുറത്ത് മാറി നിൽക്കുന്ന സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റിംഗ് ആണ് പേരൻറ്റ് ചെയിൻ. അതിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. ഇത് 2 സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്, ഇത് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്. അപ്പോൾ ഇതാണ് റിംഗ്. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്, ഇതൊരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്, ഇതൊരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്. ഇതാണ് മെയിൻ റിംഗ്. അതിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബണേ ഉള്ളൂ. ഇവിടുത്തെ പേരൻറ്റ് ചെയിൻ നോക്കുക. ഇവിടെ 6 കാർബണുള്ള പേരൻറ്റ് ചെയിൻ ആണ്. ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് പോയി കഴിയുമ്പോൾ 5 കാർബണുള്ള പേരൻറ്റ് ചെയിൻ ആകും. ഇവിടെ 4 കാർബണുള്ള പേരൻറ്റ് ചെയിൻ, ഇവിടെ 3 കാർബണുള്ള പേരൻറ്റ് ചെയിൻ. ബട്ട് ടോട്ടൽ കാർബൺ എല്ലാത്തിലും സെയിം ആയിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് കാർബൺസ് ഇൻ പേരൻറ്റ് ചെയിനിൻ്റെ ഡിഫറൻസ് കാരണമാണ് ഐസോമേഴ്സ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയും. സോ ഇതാണ് ഫസ്റ്റ്, അതായത് ചെയിൻ ഐസോമേഴ്സ്. ഇനി നമുക്ക് നോക്കാം പൊസിഷണൽ ഐസോമേഴ്സ്. കോമ്പൗണ്ട്സിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ബട്ട് സബ്സ്റ്റിറ്റ്യൂവിൻ്റെ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിൻ്റെ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്, അതല്ലെങ്കിൽ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടിൻ്റെ നമ്പറിൽ ഡിഫറൻസ് വരുന്നത്, അതായത് ഏത് കാർബണിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ആ നമ്പറിൽ ഡിഫറൻസ് വരുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇത് നോക്കൂ. ഈ 2 കോമ്പൗണ്ട്സിൽ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ 5 കാർബൺ ഉണ്ട്, ഇവിടെ 5 കാർബൺ ഉണ്ട്, ഇവിടെയും 5 കാർബൺ ഉണ്ട്. പേരൻറ്റ് ചെയിൻ ഇതാണ്, ഇവിടെ പേരൻറ്റ് ചെയിൻ ഇതാണ്, ഇവിടെ ഏതാണ് പേരൻറ്റ് ചെയിൻ? ഇതാണ്. നമ്പർ കൊടുക്കുക. 1, 2, 3, 4. 1, 2, 3, 4. സബ്സ്റ്റിറ്റ്യൂൻ്റ്, അതായത് ഇതാണ് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂൻ്റ്. എത്രാമത്തെ കാർബണിലാണ്? 2ാമത്തെ കാർബണിലാണ്. ഇവിടെ എത്രാമത്തെ കാർബണിലാണ്? ഇവിടെ 2ാമത്തെ കാർബണിലാണ് അല്ലേ? അപ്പം ഇത് 2 പൊസിഷണൽ ഐസോമേഴ്സ് ആണോ? അല്ല, 2 സെയിം അല്ലേ? 2ലും നമ്പർ ഓഫ് കാർബണും സെയിം ആണ്, പേരൻറ്റ് ചെയിനിലെ കാർബൺസും സെയിം ആണ്. ഏത് കാർബണിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ജോയിൻ്റ് അതും സെയിം ആണ്. അപ്പോൾ ഇത് ഐസോമേഴ്സും അല്ല, ഇത് ഐസോമേഴ്സും അല്ല. ഓക്കെ, ഇത് സെയിം കോമ്പൗണ്ട്, ഐഡൻറ്റിക്കൽ കോമ്പൗണ്ട് ആണ്. ഇനി ഇവിടെ നോക്കുക. 2ൽ നമ്പർ ഓഫ് കാർബൺ സെയിം ആണ്. ഇവിടെ 4 കാർബൺ ഉണ്ട്, ഇവിടെ 4 കാർബൺ ഉണ്ട്.
ഇതിന് നമ്പർ കൊടുക്കുക 1 2 3 4. ഇതിന് 1 2 3 4. ഇവിടെ ഡബിൾ ബോണ്ട് എത്രാമത്തെ കാർബണിലാണ്? ഫസ്റ്റ് കാർബണിലാണ് ജോയിൻറ്റ്, 1 ആണ് നമ്പർ. ഇവിടെ എത്രാമത്തെ കാർബണിലാണ്? സെക്കൻഡ് കാർബണിലാണ് ജോയിൻറ്റ്, 2 ആണ് നമ്പർ. ഡബിൾ ബോണ്ട് അല്ല, ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിൻ്റെ നമ്പറിൽ ഡിഫറൻസ് വന്നില്ല, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. ബട്ട് മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്തിനെ പറയും? പൊസിഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇതിൽ നമ്പർ ഓഫ് കാർബൺ എത്രയാണ്? 4 കാർബൺ, 1 ഓക്സിജൻ, 1 ഹൈഡ്രജൻ. ഇവിടെ 4 കാർബൺ, 1 ഓക്സിജൻ, 1 ഹൈഡ്രജൻ. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, രണ്ടിലും സെയിം നമ്പർ ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ്. ഇവിടെ നമ്പർ കൊടുക്കുമ്പം 1 2 3 4 ഇങ്ങനെ വരും. ഇവിടെ നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 ഇങ്ങനെ വരും. ഇവിടെ ഫസ്റ്റ് കാർബണിലാണ് OH ഗ്രൂപ്പ്, ഇവിടെ സെക്കൻഡ് കാർബണിലാണ് OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പർ ഡിഫറൻസ് ഉണ്ട്, ഇവിടെ 1 ഇവിടെ 2. അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് പറയും? പൊസിഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. ഈ എക്സാമ്പിൾ നോക്കും. ആദ്യം നമ്മൾ നോക്കേണ്ട നമ്പർ ഓഫ് കാർബൺ സെയിം ആണോ? ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺ ഉണ്ട്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 1 2 3 4 5 6 7 കാർബൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കാർബൺസ് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് റൂൾ എന്താണ്? മോളിക്കുലർ ഫോർമുല സെയിം ആകണം. അതായത് നമ്പർ ഓഫ് കാർബൺസ് രണ്ടും സെയിം ആയാലേ നമുക്ക് പിന്നെ പൊസിഷനിലാണോ ചെയിൻ ആണോ നോക്കിയാൽ മതി. ഇവിടെ നമ്പർ ഓഫ് കാർബൺസിന് ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഐസോമേഴ്സ് അല്ല, ഇത് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കുക. ഇവിടെ നമ്പർ ഓഫ് കാർബൺസ് നോക്കുക. 1 2 3 4 4 കാർബൺ. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4. ഇവിടെ 4 കാർബൺ. ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്. ഇപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനാണ് ഡിഫറൻസ്. ഇത് ഇവിടെയാണ് വരുന്നത്, ഇത് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വന്നു. ഡബിൾ ബോണ്ട് പൊസിഷനാണ് മാറിയ, നമ്പർ ഓഫ് കാർബൺ സെയിം ആണ്. അപ്പോൾ എന്ത് ഐസോമേഴ്സ് ആണ്? പൊസിഷണൽ ഐസോമേഴ്സ് ആണ്. സോ ഇതാണ് പൊസിഷണൽ ഐസോമേഴ്സിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്താണ് ഫങ്ഷണൽ ഐസോമേഴ്സം. നമ്മുടെ കമ്പൗണ്ടിൽ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അത് മോർ ദാൻ 1 വേയിൽ അത് പ്രസൻറ്റ് ആകാം. അപ്പം നമ്മൾ അതിനെ പൊസിഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. നമുക്ക് നോക്കാം. സപ്പോസ് ഈ ഒരു കമ്പൗണ്ട്, ഈ കമ്പൗണ്ട് ഞാൻ ഇങ്ങനെ എഴുതുവാണ്. ഓക്കെ, ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 4 5 6. ഇവിടെ എത്ര ഉണ്ട്? 3 6. ഇവിടെ ഒരു ഓക്സിജൻ. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. രണ്ടിലും കാർബണിൻ്റെ എണ്ണം, ഹൈഡ്രജൻ്റെ എണ്ണം, ഓക്സിജൻ്റെ എണ്ണം സെയിം ആണ്. എന്താ ഡിഫറൻസ് വരുന്നത്? ഇവിടെ ഒരു OH അതായത് ആൽക്കഹോളായിട്ടായിരുന്നു പ്രസൻറ്റ്, ഹൈഡ്രോക്സി ഗ്രൂപ്പായിട്ടായിരുന്നു. ഇവിടെ ഓക്സിജൻ നടുക്ക് വന്നപ്പോൾ അതൊരു ഈത്തറായി. ഇവിടെ എന്താണ്? ആൽക്കഹോളായിരുന്നു. ഇവിടെ എന്താണ്? ഈത്തറായി. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയില്ലേ? ഒരിടത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? OH ഗ്രൂപ്പ്, ആൽക്കഹോളാണ്. മറ്റടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? O ആണ്, അതായത് ഈത്തറാണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയി, ബട്ട് മോളിക്കുലർ ഫോർമുല സെയിം ആയിരുന്നു. കാരണം മോളിക്കുലർ ഫോർമുല എന്തായിരുന്നു? ഇവിടെ C2H6O, ഇവിടെ C2H6O ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഫങ്ഷണൽ ഐസോമർ ആണെന്ന് നമ്മൾ പറയും. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാവോ? നോക്കിയേ, നമ്പർ ഓഫ് കാർബൺസ് രണ്ടിൽ സെയിം ആണോ? അതെ, 3 3. ഓക്സിജൻ സെയിം ആണോ? ഓക്സിജൻ 1 1 സെയിം. ഹൈഡ്രജൻ സെയിം ആണോ? 6 6 സെയിം. ഇവിടെ എന്തായിട്ടായിരുന്നു? ഇവിടെ C ഡബിൾ ബോണ്ട് OH അതായത് ആൽഡിഹൈഡ് ആയിട്ടായിരുന്നു. ഇവിടെ എന്തായിട്ടാണ്? നടുക്ക് CO വന്നു, കീറ്റോൺ ആയിട്ടാണ്. മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് മാറിയതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ C ഡബിൾ ബോണ്ട് OH കാർബോക്സിലിക് ആസിഡ് ആണ്, കാർബോക്സിലിക് ആസിഡ്. ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാവോ? ഇതിപ്പോൾ എന്തായി? ഇത് എസ്റ്ററിൻ്റെ ഫോർമുല അല്ലേ? ബട്ട് നിങ്ങൾ നോക്കൂ, നമ്പർ ഓഫ് കാർബൺ, നമ്പർ ഓഫ് ഓക്സിജൻ, നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നോക്കൂ, രണ്ടിൽ സെയിം അല്ലേ? എവിടെയാണ് ഡിഫറൻസ് വന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി. അത് നമ്മൾ എന്ത് ഐസോമേഴ്സ് ആണെന്ന് പറയും? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണെന്ന് പറയും. ഈ എക്സാമ്പിൾ അവിടെ നിൽക്കട്ടെ, ആദ്യം നമുക്ക് അത് ബാക്കി കവർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. ഇത് നോക്കി, ഇതെനിക്ക് ഇങ്ങനെ ചെയ്തല്ലോ. അതെന്താ? C എന്നെ തിരിച്ചിട്ട്, C എന്ന് നോക്കുമ്പോൾ സൈനൈഡ് ആണ്, NC എന്ന് പറയുമ്പം ഐസോസൈനൈഡ് ആണ്. ബട്ട് നമ്പർ ഓഫ് കാർബൺ, നമ്പർ ഓഫ് നൈട്രജൻ, നമ്പർ ഓഫ് കാർബൺ, ഹൈഡ്രജൻ സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പാണ് മാറിയത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. ഇതെന്താണ്? N വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുക കാർബൺ, അതുകൊണ്ടാണ് N വരച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. N വെച്ച് ഇവിടെ ഒരു ഓക്സിജൻ കൂടെ ഉണ്ട്, ഇങ്ങനെ അറ്റാച്ച്ഡ് ആവും, പിന്നെ നൈട്രോ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ബട്ട് ഈ സെയിം സാധനത്തിന് വേണമെങ്കിൽ ഓക്സിജൻ വെച്ച് അറ്റാച്ച് ചെയ്യാം, ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിനെ നൈട്രൈൽ എന്നാണ് പറയുന്നത്, നൈട്രൈൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുമ്പോഴാണ് എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ കേസ് നോക്കുക,
ഈ സെയിം സംഭവത്തിന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇവിടെ എത്ര ഉണ്ട്? നമ്പർ ഓഫ് കാർബൺ എത്ര ഉണ്ട്? C3. നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? C6 അല്ലേ? 3 4 5 6. ഇവിടെ നമ്പർ ഓഫ് കാർബൺ എത്ര ഉണ്ട്? C3. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. എല്ലാ കാർബണിലും 2 ഹൈഡ്രജൻ വെച്ചല്ലേ? ഇങ്ങനെയല്ലേ? കാരണം എന്താണ്? കാർബണിൻ്റെ വാലൻസി 4 ആണ്. ഇവിടെ ഒരു കാർബൺ ഉണ്ടെങ്കിൽ ഒരു ബോണ്ട് ഇവിടെ ഉണ്ടാക്കി, ഒരു ബോണ്ട് ഇവിടെ, ഒരു ബോണ്ട് ഇവിടെ, ഒരു ബോണ്ട് ഇവിടെ, ടോട്ടൽ 4 ബോണ്ടല്ലേ കാർബൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? H 1 2 3 4 5 6. അപ്പോൾ നമ്പർ ഓഫ് മോളിക്കുലർ ഫോർമുല രണ്ടിടത്തും സെയിം ആണ്. ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ, ബട്ട് മോളിക്കുലർ ഫോർമുല സെയിം ആണ് അല്ലേ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഡബിൾ ബോണ്ടാണ്, ഇവിടെ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഇതും എന്താണ്? ഫങ്ഷണൽ ഐസോമർസം ആണ്. അപ്പോൾ ഈ നമുക്ക് സപ്പോസ് ഒരു എന്താ പറയണ്ടേ, ഇങ്ങനെ ഒരു റിങ് തന്നിരിക്കുക, ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമർസം എഴുതാൻ പറഞ്ഞിരിക്കുക. ഓക്കെ, ഇൻ ദ ഫോം ഓഫ് ചെയിൻ. ഇത് റിങ് ആണ്, ഇതിനെ ചെയിനായിട്ട് എഴുതാൻ പറയുക. അപ്പം ഇവിടെ ഇത് റിങ് ആയിരുന്നു, ഇത് നമ്മൾ ചെയിനായിട്ട് എഴുതിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഡബിൾ ബോണ്ട് വന്നു അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? അപ്പോൾ അതിൻ്റെ ഫോർമുല ഉണ്ട്. ഫോർമുല എങ്ങനെയാണ്? നമ്പർ ഓഫ് കാർബൺ, അതായത് റിങ്ങിലുണ്ടെന്ന നമ്പർ ഓഫ് കാർബൺ +1 മൈനസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ മൈനസ് നമ്പർ ഓഫ് നൈട്രജൻ പ്ലസ് നമ്പർ ഓഫ് ഹാലജൻ ബൈ 2. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്പർ കിട്ടും. ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DOU എന്ന് പറയുന്നത്. DOU എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. അൺസാച്ചുറേഷൻ എന്ന് പറയുമ്പം ഡബിൾ ബോണ്ട്, ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറയുമ്പം എത്ര ഡബിൾ ബോണ്ട് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. 6 പ്ലസ് 1, 6 പ്ലസ് 1 മൈനസ് എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? ഇവിടെ 3 എണ്ണം വരും അല്ലേ? 1 2 3, ഇവിടെ 4 5 6 7 8 9 10 11, ഇവിടെ 12. നൈട്രജൻ ഉണ്ടോ? ഇല്ല. ഹാലജൻ ഉണ്ടോ? ഇല്ല. /2. ഇവിടെ 7 മൈനസ് 12/2 എന്ത് വരും? 6 1. അപ്പോൾ ഈ ഒരു സ്ഥാനത്തിന് നിങ്ങൾ ചെയിനായിട്ട് എഴുതുവാണെങ്കിൽ അത് എത്ര ഡബിൾ ബോണ്ട് കാണും? ഒറ്റ ഒരു ഡബിൾ ബോണ്ടേ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ ഈസി ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് അമൈഡ്സ്. അമൈഡ്സിലും ഫങ്ഷണൽ ഐസോമർസം കാണും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതൊരു അമൈഡ് അല്ലേ? അമൈഡ് നോക്കുമ്പോൾ എന്താണ്? C ഡബിൾ ബോണ്ട് O ഉണ്ട്, അതിൻ്റെ കൂടെ NH2 ഗ്രൂപ്പ് ഉണ്ട്. ഈ സെയിം അമൈഡിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? ഈ സെക്കൻഡറി അമൈഡ് ആണ്. കാരണം എന്താണ്? നൈട്രജൻ 2 കാർബണുമായിട്ടാണ് ജോയിൻറ്റ്. ഇതിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഈ 3 കേസസിലും നമ്പർ ഓഫ് നൈട്രജൻ, നമ്പർ ഓഫ് ഓക്സിജൻ, നമ്പർ ഓഫ് കാർബൺ എല്ലാം സെയിം ആണ്. ഈ NH2യുടെ പൊസിഷനിലാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ടെർഷറി ആണിത്. ഇവിടെ ടെർഷറി അമൈഡാണ്, ഇവിടെ ടെർഷറി അമൈഡാണ്, ഇവിടെ സെക്കൻഡറി അമൈഡാണ്, ഇവിടെ പ്രൈമറി അമൈഡാണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ടൈപ്പിലാണ് ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഫങ്ഷണൽ ഐസോമർസ് എന്ന് പറയുന്നു. ഈ ഒരു കമ്പൗണ്ട് നോക്കണം. ഇതിൻ്റെ പേരാണ് ക്രിസോൾ. ഓർത്തോ പൊസിഷനിൽ OH ഉണ്ട്, അതിൻ്റെ ഓർത്തോ പൊസിഷൻ. ഇതിൽ ഓർത്തോ, ഇത് പാര, ഇത് മെറ്റ. ഓർത്തോ പൊസിഷനിൽ CH3 വരുവാണെങ്കിൽ അതിന് ഓർത്തോ ക്രിസോൾ എന്നാണ് പറയുന്നത്. ഇത് ഒരു ആൽക്കഹോളാണ്. ഇതിന് നമ്മൾ അനിസോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും നമ്പർ ഓഫ് കാർബൺ, നമ്പർ ഓഫ് ഓക്സിജൻ, നമ്പർ ഓഫ് ഹൈഡ്രജൻ എല്ലാം സെയിം ആണ്. നിങ്ങൾ നോക്കിക്കേ, ബെൻസീൻ 3ലും സെയിം ആണ്. ഇവിടെ ബെൻസിൻ, ഇവിടെ ബെൻസിൻ. പുറത്തുണ്ടോ? എല്ലായിടത്തും ഓരോ ഓക്സിജനും ഉണ്ട്, ഒരു കാർബണും ഉണ്ട്. ഹൈഡ്രജൻ്റെ നമ്പറും സെയിം ആണ്. അപ്പോൾ ഈ 3 എണ്ണം എന്താണ്? ഫങ്ഷണൽ ഐസോമർസമാണ്. അപ്പോൾ ഇതിനെ രണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നോ ചേഞ്ച് ആയിരിക്കും. ഇവിടെ ബ്ലൂ ചെയ്യുന്നു, റെഡ് ആവും ലിറ്റ്മസ് പേപ്പർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ, ഫങ്ഷണൽ ഐസോമർസിൻ്റെ എക്സാമ്പിൾ. ഇനിയാണ് മെറ്റാമെറിസം. മെറ്റാമെറിസം എന്ന് പറയുമ്പോൾ പോളിവാലൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളപ്പോഴാണ് എന്ത്? പോളിവാലൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളപ്പോഴാണ് എന്ത് വരുന്നത്? മെറ്റാമെറിസം വരുന്നത്. അപ്പോൾ അതെന്താണ് പോളിവാലൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്? അതായത് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാർബണിൻ്റെ എണ്ണത്തിന് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇത് നോക്കൂ, ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ, ഈതർ. റൈറ്റ് സൈഡ് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്.
ലെഫ്റ്റ് സൈഡിൽ എത്ര ഉണ്ടോ ഒറ്റ ഒരു കാർബണേ ഉള്ളൂ. ബട്ട് എനിക്ക് സെയിം സാധനത്തിനാണെങ്കിൽ വേണ്ടി ഇങ്ങനെ എഴുതാമല്ലോ, CH3 CH2 O CH2 CH3. ഇപ്പോൾ റൈറ്റ് സൈഡിൽ 2 കാർബൺ, ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ. ബട്ട് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ സെയിം ആണ്. ഇവിടെ 1 + 3 4 ആയിരുന്നു, ഇവിടെ 2 + 2 ഇവിടെ 4 ആണ്. ബട്ട് നമ്പർ ഓഫ് കാർബൺസ് ആണ് ഈതർ സൈഡ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയി. അങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് നമ്മൾ പോളിവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഐസോമേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതിന് എനിക്ക് ഇങ്ങനെ ഇതാവല്ലോ, ഈ ഓക്സിജൻ്റെ ഇപ്പുറത്ത് ഹൈഡ്രജൻ ആയിരുന്നു, അത് മാറി CH3 ആയി. ഇവിടെ കാർബൺ ഇല്ലായിരുന്നു, ഇവിടെ ഒറ്റ കാർബണേ ഉള്ളായിരുന്നു. ഇപ്പോൾ 2 സൈഡിൽ ഓരോ കാർബൺ വെച്ചുകൊണ്ട്, ബട്ട് ടോട്ടൽ നമ്പർ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്താണ്, മെറ്റാമേഴ്സ് ആണ്. ഇതെന്ത് ഗ്രൂപ്പാണ്, ഇത് കീറ്റോൺ ആണ്. ഇതിനെനിക്ക് ഇങ്ങനെ ഇതാവല്ലോ, ഇവിടെ ഇവിടെ ഹൈഡ്രജൻ ഇല്ല, സിംഗിൾ ബോണ്ടാണ്. 3 4 5 ഇവിടെ 2 കാർബൺ ഈ സൈഡിൽ 2 കാർബൺ. ബട്ട് ഇവിടെ എന്തായിരുന്നു കേസ്, ഇവിടെ 1 കാർബൺ, ഇവിടെ 3 കാർബൺ ആയിരുന്നു. ബട്ട് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഇവിടെ 3 1 + 1 4 2 + 2 4 രണ്ടിലും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐസോമേഴ്സ് എന്താണ് പറയുന്നത്, മെറ്റാമേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു, ഒറ്റ ഒന്നും കൂടി ഉള്ളൂ, അതായത് ടോട്ടോമേഴ്സ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.